ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന യൂണിവേഴ്സിറ്റി LGSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റിലെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സെഷൻ. ലാഹോർ കോൺഗ്രസ് സെഷൻ 1929 നടന്നിട്ടുള്ളത്. അതിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് 1920 നിസ്സഹകരണ സമരമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കു നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകാണ്. ആറാമത്തെ ക്വസ്റ്റ്യനാണ്, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി 1978 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 42-ാമത്തെയാണ്. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അത് 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് നടക്കുന്നത്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് എന്നതാണ്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? അത് ആൻസർ സി, ഇന്ത്യയാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. പത്താമത്തെ ക്വസ്റ്റ്യനാണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൻ്റെ മൗലിക അവകാശങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 11ാമത്തേണ്, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 12ാമത്തെയാണ്, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരുവാണ്. 13ാമത്തെ ക്വസ്റ്റ്യനാണ്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, അയ്യപ്പനാണ്. 14ആണ്, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? അത് ഓപ്ഷൻ എ, തോമസ് ഹാർവേ ബാബറാണ്. 15ാമത്തെ ക്വസ്റ്റ്യനാണ്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി, പുന്നപ്ര വയലാർ സമരം 1946. 16ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അത് ഇപ്പോൾ ഉള്ളത് സൗമൻസൻ ആണ്. 17ാമത്തേത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, തൃശ്ശൂരാണ്. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, VP മേനോനാണ്, വാപ്പാല പങ്കുണ്ണി മേനോൻ. 19ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ, പോണ്ടിച്ചേരിയാണ്. 20ാമത്തെ ക്വസ്റ്റ്യനാണ്, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? അത് ഓപ്ഷൻ ഡി, സർദാർ KM പണിക്കരാണ്. 21ാമത്തെ ക്വസ്റ്റ്യനാണ്, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, ജർമ്മനിയാണ്. ബിലായ് ബൊക്കാറോ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയിട്ടും
സഹായത്തോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 22ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? അതിന് ആൻസർ ഓപ്ഷൻ സി മംഗൾയാൻ എന്നാണ്. 23ാമത്തേതാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ ബ്രസീലാണ്. 2025 സൗത്ത് ആഫ്രിക്കയാണ്. 24ാമത്തെ ക്വസ്റ്റ്യനാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. അതിന് ആൻസർ റോവർ പ്രഗ്യാനാണ്. ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. ആൻസർ ബി ആണ് വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനാണ് ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. അത് ശരിയാണ്. പിന്നെ രണ്ടാമത്തെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് 1ഉം 3ഉം ശരി എന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലെ ഓപ്ഷൻ ആണ് 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരി. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിൽ തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം അത് കിഴക്കൻ തീരസമതലങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. പിന്നെ മൂന്നാമത്തെയാണ് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഇതിൽ 2 മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 മാത്രം. 28ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരി എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗീതം വന്ദേമാതരമാണ്. പിന്നെ 29ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ ഫസ്റ്റിലെ പ്രസ്താവനയാണ് അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അതും ട്രൂ ആണ്. മൂന്നാമത്തെയാണ് കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. അതും ശരിയാണ്. അപ്പോൾ 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. 30ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. പിന്നെ രണ്ടാമത്തെയാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. അത് തെറ്റാണ്. ആനമുടിയാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. പിന്നെ മൂന്നാമത്തെയാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതും ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തത് രണ്ടാമത്തെ പ്രസ്താവന മാത്രം. അപ്പോൾ 2 മാത്രം എന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നതാണ്. അതിൽ ഒന്നാമത്തേതാണ് കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. രണ്ടാമത്തേതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. അത് തെറ്റാണ്. അപ്പോൾ
മൂന്നാമത്തേതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ് ഇതിൽ ആൻസർ വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെയാണ് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുള്ള ഓപ്ഷനാണ് എയും സിയും ഡിയും. അപ്പോൾ ബി ആണ് ആൻസർ എന്ന് അതിൽ നേരിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. പിന്നെ 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഇതിൽ നീണ്ടകര എന്ന് പറയുന്നത് തിരുവനന്തപുരം. അത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെയാണ് അഴീക്കൽ കണ്ണൂർ. അത് ശരിയാണ്. മൂന്നാമത്തെയാണ് പൊന്നാനി മലപ്പുറം. അതും ശരിയാണ്. നാലാമത്തെയാണ് കായംകുളം എറണാകുളം. അത് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെയാണ് കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൽ പ്രധാന സ്രോതസ്സ് ജലമാണ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അതും ശരിയാണ്. മൂന്നാമത്തെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 3 പ്രസ്താവനയും ശരിയാണ്. എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇതിൽ ഒന്നാമത്തെ കരിമ്പുഴ മലപ്പുറം. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് ചിമ്മിനി. അത് പാലക്കാടാണ് കൊടുത്തിട്ടുള്ളത്. അത് തൃശ്ശൂരാണ്. അപ്പോൾ അത് തെറ്റാണ്. അത് ചിമ്മിനി തൃശ്ശൂരാണുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻസ് ഉള്ള നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിയും ഡിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ 4 ശരിയാണ്. മൂന്നാമത്തെ നോക്കാം. ചെന്തുരുണി അത് കൊല്ലത്താണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ഉള്ളതാണ്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നതാണ്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. അത് ട്രൂ ആണ്. രണ്ടാമത്തെയാണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. അതും ട്രൂ ആണ്. നെക്സ്റ്റ് ആണ് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. അത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ഉള്ളത്. അപ്പോൾ 3 മാത്രം എന്ന ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. GV രാജ. അത് ശരിയാണ്. രണ്ടാമത്തത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. അത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 39ാമത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെയാണ് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. അത് തെറ്റാണ്. രണ്ടാമത്തെയാണ് കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. അത് ശരിയാണ്. മൂന്നാമത്തെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആയിരുന്നു. ആ സമയത്ത് അതായിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റിലെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1 മാത്രം എന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അപ്പോൾ അന്നത്തെ സമയത്ത് ഈ എക്സാം നടക്കുമ്പോൾ കേരള സ്പീക്കർ AN ഷംസീർ ആണ്. അത് ശരിയായിരുന്നു. തെറ്റായതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 മാത്രമാണ് തെറ്റായത്. അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. പിന്നെ 41ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെയാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനക്കാണ്. അത്
തെറ്റാണ്. അടുത്തതാണ് 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ ആ സമയത്ത് അതിൽ തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്. 43-ാമത്തെയാണ് ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. അത് ശരിയാണ്. 2-ാമത്തെയാണ് ISROയുടെ ചെയർമാൻ മോഹൻ കുമാർ. അത് തെറ്റാണ്. 3-ാമത്തെയാണ് ചന്ദ്രയാൻ 3ലെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. അത് ശരിയാണ്. 4 ചന്ദ്രയാൻ 3ൻ്റെ മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 എന്നതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 44-ാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി മോഹിനിയാട്ടമാണ്. 45 അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ മാക്സിം ഗോർക്കിയാണ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 47-ാമത്തെ ക്വസ്റ്റ്യനാണ് ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലോക്പാലാണ്. സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ലോകായുക്തയാണ്. നെക്സ്റ്റ് ആണ് 48-ാമത്തെ ക്വസ്റ്റ്യൻ. 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ഓപ്ഷൻ ബി DY ചന്ദ്രചൂഡാണ്, ധനഞ്ജയ Y ചന്ദ്രചൂഡാണ്. പിന്നെ 49 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 50-ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹോക്കിയാണ്. 51 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. 52-ാമത്തെ ക്വസ്റ്റ്യനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിനായിരുന്നു. 53-ാമത്തെ ക്വസ്റ്റ്യനാണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ്. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. 54-ാമത്തെയാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധിയാണ്. 55-ാമത്തെ ക്വസ്റ്റ്യനാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ട്രക്കിയയാണ്. 56-ാമത്തെയാണ് ജീവികളും അതിൻ്റെ ശാസ്ത്രനാമങ്ങളും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? അതിന് ആൻസർ വരുന്നത് 1-ാമത്തെ പൂച്ചയും ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നത് ശരിയായിട്ടുള്ളതാണ്. 3-ാമത്തെ കാക്കൻ്റെ കോർവസ് സ്പ്ലെൻഡൻസ് എന്നതും ആണ് അതിൽ ശരിയായിട്ടുള്ളത്. 1, 3 ആണ്. 57-ാമത്തെ ക്വസ്റ്റ്യനാണ് ജീവികളെയും അവയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കുക. അപ്പം അതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇതിൽ ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മത്സ്യം നോക്കിയാൽ മതി. മത്സ്യം നോക്കുമ്പോൾ മത്സ്യത്തിന് 2 അറയാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഉള്ളത് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സിയിൽ മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. പിന്നെ 58-ാമത്തെയാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? അതിൻ്റെ ആൻസർ 2023 ഓപ്ഷൻ ഡി ആണ്. 59-ാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണെന്നാ. അപ്പോൾ അതിൽ ഹരിതയാണ് തക്കാളി അല്ലാത്തത്. 60-ാമത്തെയാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? അത് കിലോഗ്രാം ആണ്. ഓപ്ഷൻ എ ആണ്. 61-ാമത്തെയാണ് 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ വരുന്നത് 4 ഡയോപ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 63-ാമത്തെ ക്വസ്റ്റ്യനാണ് ഒരു കുതിരശക്തി 1 HP എന്നത് എത്ര വാട്ടാകുന്നു? അത് 746 വാട്ടാണ്. അത് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്.
64 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹെൻറി കാവൻഡിഷ് ആണ്. 65 ക്വസ്റ്റ്യൻ ആണ്, നിലവിലെ ISRO ചെയർമാൻ ആരാണ് എന്നത്. സമയത്ത് ഉണ്ടായിരുന്നത് എസ് സോമനാഥ് ആയിരുന്നു. ബി ആയിരുന്നു ആൻസർ. 66 ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? അതിൻ്റെ ആൻസർ ബി ആണ്, പ്രഗ്യാനാണ്. ലാൻഡർ ആണെങ്കിൽ വിക്രമും റോവർ ആണെങ്കിൽ പ്രഗ്യാനാണ്. 67 ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. 68 ക്വസ്റ്റ്യൻ ആണ്, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്നതാണ്. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ക്ഷയം വരുന്നുണ്ട്. ക്ഷയമാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ പോക്സും അതും വായുവിലൂടെ പകരുന്ന രോഗമാണ്. അപ്പം അത് മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത്. അപ്പം 3 മാത്രം ശരി എന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായി വരുന്നത്. കോളറയാണെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 മാത്രം ശരി എന്നത് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 69 ക്വസ്റ്റ്യൻ ആണ്, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൈറ്റമിൻ എ ആണ്. 70 ക്വസ്റ്റ്യൻ ആണ്, 70 ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ 2014 നവംബർ 9-നാണ്. 71 ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണിനെയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത്. 72 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2023 സെപ്റ്റംബർ 28-നാണ്. 73 ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? വൈറസ് രോഗമല്ലാത്തത് ഇതിൽ എലിപ്പനിയാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. പിന്നെ 74 താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മലേറിയയാണ്. അമിത രക്തസമ്മർദ്ദവും പക്ഷാഘാതവും ഫാറ്റി ലിവറൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. 75 ക്വസ്റ്റ്യൻ ആണ്, മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നേഹക്കൂടാണ്. 76 ക്വസ്റ്റ്യൻ ആണ്, കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ സൗത്ത് ആഫ്രിക്കയാണ്, ഓപ്ഷൻ ഡി. 77 ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. അതിൽ ആൻസർ വരുന്നത് നെഫ്രൈറ്റിസ് ആണ്. ആസ്മയും എംഫിസിമയും ബ്രോങ്കൈറ്റിസ് ഒക്കെ ശ്വാസകോശം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. 79 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ത്വക്കാണ്. 80 ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. എലിപ്പനി ഫംഗസാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ തെറ്റാണ്. എലിപ്പനി ബാക്ടീരിയ ഡിസീസാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ നോക്കുക, ക്ഷയം ബാക്ടീരിയ രോഗമാണ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ രണ്ടുള്ള ഓപ്ഷൻസ് ഏതാ ഉള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. 2ഉം 4ഉം ശരി. നിപ്പ വൈറസാണ്.
അപ്പോൾ 80 ജിക്കാണ്, ബാക്കി 20 മാത്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നീട് ഞാൻ ഷോർട്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. താങ്ക് യു.